മുഖ്യമന്ത്രി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമായ ഒരു ആരോപണത്തെ നേരിടുന്ന സാഹചര്യമാണ്. അപ്പോൾ മന്ത്രി ഒ.ജെ. ജനീഷാണ് ഇതിൽ ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനായി രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ ശ്രീ ഗോപനിലേക്ക് വരാം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഞാൻ അദ്ദേഹം ഭാരവാഹിയാണ്. സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളിലെ മുഴുവൻ ഭാരവാഹികളുടെയും പേരുവിവരങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉടനെ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു പഞ്ചായത്തിൽ മിനിമം ഒരു 10 വാർഡിലെങ്കിലും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാകും. ഒരു വാർഡിൽ ഇപ്പോൾ 1 2 യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാകും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ സംസാരിക്കുകയും ചെയ്തു. അത് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് 9 തന്നെ അദ്ദേഹത്തിന് ഒരു നടപടി എടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായൊരു യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നില്ല. അതിൽ ജില്ലാ പ്രസിഡന്റ് അപ്രൂവൽ കൊടുത്തിരുന്നില്ല. അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി യൂണിറ്റിൻ്റെ പേരിൽ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. ആ പ്രാദേശികമായ ചില ആളുകളൊക്കെ അതിനൊരു പിന്തുണ കൊടുത്തു. അന്ന് അതിൻ്റെ ഒരു യൂണിറ്റ് രൂപീകരണ ഘട്ടത്തിൽ അതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഔദ്യോഗിക പരിവേഷം നൽകിയിരുന്നില്ല. എന്നിരുന്നാൽ കൂടി ഒരു ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ അത് നടപടിയെടുക്കേണ്ട ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഘടകങ്ങളാണ്. യൂണിറ്റ് കമ്മിറ്റികളെ സംബന്ധിച്ചൊക്കെ തന്നെ അസംബ്ലി കമ്മിറ്റിക്കോ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കോ നടപടിയെടുക്കാറുള്ളൂ. ഉയർന്ന തലങ്ങളിലെ നടപടികൾ മാത്രമേ സംസ്ഥാന കമ്മിറ്റിയുടെ പരിധിയിലേക്ക് വരാറുള്ളൂ. ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിൽ നടപടി എടുത്തിരുന്നു. ശ്രീ ഗോപൻ, ഇക്കാര്യത്തിൽ അതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മന്ത്രി ഒ.ജെ. ജനീഷിന് ഇവരെ അറിയില്ല, ഈ പ്രതികളെ അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശന് നന്നായിട്ടറിയാം. അതിൽ ആർക്കും തർക്കിക്കാനും കഴിയില്ല. പക്ഷേ എന്നിട്ടും ഓപ്പറേഷൻ തൂഫാനിലൂടെ ഇവർ പിടിക്കപ്പെട്ടില്ലേ, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന ചില ചോദ്യങ്ങൾ, എന്ന ചില ഡിഫൻസുമായി ഇന്ന് ഒ.ജെ. ജനീഷ് ഇന്നലെയും ഇന്നുമായി വന്നു. യൂത്ത് കോൺഗ്രസ് അവർക്കെതിരെ നടപടിയെടുത്തില്ലേ എന്ന ചില ചോദ്യങ്ങളുമായി ഉയരുന്ന ശക്തമായ വിമർശനങ്ങൾക്ക് വിശദീകരണം നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ ഈ ഉയർന്നു വന്ന ഗൗരവമുള്ള ആരോപണങ്ങൾക്ക് മതിയായ വിശദീകരണങ്ങളാണോ? എന്തു തോന്നുന്നു? അല്ല, ശ്രീ ജനീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ. യൂത്ത് കോൺഗ്രസ്സിനകത്ത് 2 തരം സംഘടനാ ഘടകങ്ങളുണ്ട്. ഒന്ന് ഔദ്യോഗിക സംഘടനയുണ്ട്, അനൗദ്യോഗിക സംഘടനയുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ എവിടെയാണ് വിശദീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ശ്രീ രജിക്കൊരു പക്ഷേ അതറിയാൻ കഴിയുമായിരിക്കും. അപ്പോൾ അതിൽ അനൗദ്യോഗിക യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ നിന്ന് വെളിവായിരിക്കുന്ന കാര്യം. ഇനി ഇത് ഔദ്യോഗികമായാലും അനൗദ്യോഗികമായാലും ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന് ജനീഷിനേക്കാൾ കൂടുതൽ അറിയാം. ജനീഷിന് അദ്ദേഹം പറഞ്ഞതിലൊരു സത്യമുണ്ട്, കേരളത്തിലെ എല്ലാ യൂണിറ്റ് ഭാരവാഹികളെ അറിയണമെന്നില്ല. പക്ഷേ ജനീഷിന് പ്രതിപക്ഷ നേതാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അദ്ദേഹം അറിഞ്ഞിരിക്കണമായിരുന്നു. അത് സതീശനോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഹുസൈൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിൽ പലരും ഇപ്പോൾ അത് കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ മാനേജരായിട്ട്, അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ 5 വർഷം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മെയ് മാസം 29 പോസ്റ്റാണ്. എന്നിട്ട് പറയുകയാണ്, ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന, ആവശ്യങ്ങൾ നിറവേറ്റി തന്ന, ചില ഭക്തി പുരസ്സരം ചില ആരാധനാലയങ്ങളുടെ പേരിൽ പോസ്റ്റ് ഇടുമ്പോൾ പറയുന്നത് പോലെയാണ്, ആഗ്രഹങ്ങൾ നേടിത്തന്ന, ആവശ്യങ്ങൾ സാധിച്ചു തന്ന പ്രിയ നേതാവ് പരവൂരിൽ മത്സരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വി.ഡി. സതീശന് വേണ്ടി ഇട്ട പോസ്റ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, ഇവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? വെളുത്ത ഒരു ഖദർ ഷർട്ട് കിട്ടണമെന്നായിരുന്നോ ഇവരുടെ ആഗ്രഹം? അതോ പരൂർ പ്രദേശത്ത് ഏതെങ്കിലും പാലം നിർമ്മിച്ചു കൊടുക്കണമെന്നായിരുന്നോ ഇവരുടെ ആഗ്രഹം? ഇവരുടെ ആഗ്രഹം പുതുയുഗ യാത്രയിലൂടെ വലിയ തോതിൽ സ്വാധിച്ചത്. കേരളത്തിൽ പുതുയുഗ യാത്ര നടത്തിയത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഇവർ വർഷങ്ങളായിട്ട് കർണാടകത്തിൽ പോയി ലഹരി വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റാണ്. ഇവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആൾ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.ഡി. സതീശനാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ അവരുടെ ഒരു പടമൊക്കെ കണ്ടിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രായത്തിനപ്പുറമുള്ളവരാണെന്നാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് പ്രവേശനം ലഭിക്കാതിരുന്ന ഒരു സ്ഥലത്താണ്
കാഷ്വൽ ഡ്രസ്സിലിരിക്കുന്ന വി ഡി സതീശൻ്റെ മുമ്പിൽ പോകാൻ, അതായത് വി ഡി സതീശൻ അതിഥികളെ കാണുന്നതിന് മുമ്പ് വീടിനകത്ത് ഏത് വസ്ത്രത്തിലാണോ ഇരിക്കുന്നത്, കൈലി ഉടുത്തുകൊണ്ടിരിക്കുന്ന ചെക്ക് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ, അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ കൂടിയിരുന്ന് കഴിക്കാൻ, എന്തിന് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ എത്തുന്ന വി ഡി സതീശൻ, അത്രയും ആത്മബന്ധമുള്ള കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും ഇല്ലാത്ത ബന്ധം വി ഡി സതീശനുമായിട്ടുള്ള ഒരു സെറ്റ് ആളുകളാണിവർ. അപ്പോൾ ഇവരെ കോൺഗ്രസ് തള്ളി പറഞ്ഞു, അല്ല ഇനി ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് അങ്ങ് സൂചിപ്പിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താ? കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഫോട്ടോയും അഡ്രസ്സും ഈ തൂഫാനിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ക്വാഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ രമേശ് ചെന്നിത്തല? ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെ കണ്ടാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ് പരിശ്രമിച്ചാൽ ഇവരെ രക്ഷിക്കാൻ പറ്റില്ല. ഇനി കേസിനകത്തൊക്കെ വേണമെങ്കിൽ വെള്ളം ചേർക്കലും ഇടപെടലും നിങ്ങൾക്ക് നടത്താൻ പറ്റിയേക്കും, അതിനപ്പുറത്തേക്കൊന്നും പറ്റില്ല. എന്തായാലും ലഹരിമുക്തമായിട്ടുള്ള ഒരു കിനാശ്ശേരി സ്വപ്നം കണ്ട രമേശ് ചെന്നിത്തല കേരളത്തിലെ പുതിയ തലമുറയെ ലഹരിക്ക് അടിപ്പപ്പെടുത്തുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ കൂടി നേതാവാണ് ശ്രീ ചെന്നിത്തലയും ശ്രീ വി ഡി സതീശനും എന്ന് വരുന്നത് അപകടകരമായൊരു കാര്യം. ഞാൻ ശ്രീ ഗോപനോട് ഒരു കാര്യം ഇവർ ഡിഫെൻഡ് ചെയ്യാൻ ഒരു കാര്യം, അതായത് താങ്കൾ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഇതിലെ മുഖ്യപ്രതിയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് താങ്കൾ വായിച്ചത്. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിത്തന്ന നേതാവ് പറവൂരിൽ മത്സരിക്കുന്നു, അപ്പോൾ ആ നേതാവിന് വേണ്ടി നമുക്ക് ഇറങ്ങാം എന്ന് പറയുന്നതിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ ഒരുപാട് മാനങ്ങളുണ്ട്. എങ്ങനെയും നമുക്കതിനെ വിലയിരുത്താം, ഏതർത്ഥത്തിലും വായിച്ചെടുക്കാവുന്നതാണ്, വളരെ ഗൗരവമുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രി പക്ഷേ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 5 വർഷമായി വ്യക്തമായ പരിചയം, ബന്ധം ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. ഇതിൽ തർക്കമൊന്നുമില്ല, അത് അദ്ദേഹത്തിന് പോലും തർക്കിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞിരുന്നില്ല എന്നൊരു ഡിഫൻസുമായി പതിവ് പോലെ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്ന മുഖ്യമന്ത്രിയെ താങ്കൾ കാണുന്നുണ്ടോ, മനസ്സിൽ കാണുന്നുണ്ടോ? അങ്ങനെ വന്നാലോ, അങ്ങനെ ഒരു ഡിഫൻസ് അദ്ദേഹം എടുത്താൻ ശ്രമിച്ചാലോ? അല്ല, മുഖ്യമന്ത്രി നാളെ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും. കേരളത്തിൽ ഇങ്ങനെയുള്ള ആരും ജനിച്ചിട്ടില്ല എന്ന് എന്നെക്കൊണ്ടത് പറയിപ്പിക്കരുതെന്നും AI ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചിത്രങ്ങൾ ഉണ്ടാക്കിയതെന്നും ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വാദിക്കാം. പിന്നെ അവർ ഡിഫെൻഡ് ചെയ്യാൻ സാധാരണ നിലയിൽ സാധ്യതയുള്ളത് ഈ ഫോട്ടോഗ്രാഫ്, സെൽഫി എടുക്കൽ, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചൊരു സെൽഫി എടുത്തതാണോ, ഒരു പൊതുചടങ്ങിൽ വെച്ചൊരു ഫോട്ടോ എടുത്തതാണോ? എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ആരെ സംബന്ധിച്ചും ഏത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും ഇങ്ങനെ പടങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാണോ ഇവിടുത്തെ വിഷയം? ഞാൻ സൂചിപ്പിച്ച ചിത്രങ്ങളൊക്കെ അങ്ങനെയുള്ളതാണോ? ഒരാൾ കൈലി മുണ്ടുമായി വീട്ടിനകത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് കേവലം ഫോട്ടോ എടുപ്പാണോ? കുഞ്ഞിൻ്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ കൊണ്ടുപോകുന്നത് കേവലം ഫോട്ടോ എടുപ്പാണോ? സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേവലം ഫോട്ടോ എടുപ്പാണോ? അപ്പോൾ അതൊന്നുമല്ല കാര്യം. ഇവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുന്ന ഫേസ്ബുക്ക് കണ്ടെത്തിയപ്പോഴോ, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസിദ്ധീകരിച്ച പോസ്റ്റ് ചെയ്യുക ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുമായിട്ടുള്ള ചിത്രങ്ങൾ ഇത് നിഷ്കളങ്കമാണെങ്കിൽ എന്തിനാണ് മെറ്റയിൽ പരാതി കൊടുപ്പിച്ച് ഈ ചിത്രങ്ങൾ റിമൂവ് ചെയ്യിച്ചത്? എന്തിനാണ്? പിണറായി വിജയനെക്കുറിച്ച് ഇവർ കേരളത്തിൽ ഏറ്റവും വലിയ പ്രചാരണം നടത്തിയത്, ഇപ്പോഴും മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം മാധ്യമങ്ങളോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞു എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച വാചകം അതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പത്രക്കാർക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പുറത്തിരിക്കൂ, നിങ്ങളെ ആരും ക്ഷണിച്ചില്ല ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അന്ന് അത് മനോരമ ക്യാപ്ഷനാക്കി കടക്ക് പുറത്താക്കി. പക്ഷേ കടക്ക് പുറത്താക്കിയ ഒരു മുഖ്യമന്ത്രിയുടെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയ വഴി ഒന്നും പ്രചരിപ്പിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയ ജീവൻ നഷ്ടപ്പെട്ട ഒരാളിൻ്റെ മകൾ, അവൾ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിച്ചു. അവളെ നീക്കം ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടും സൈബർ പോരാളികളെ കൊണ്ടും പിതാവ് നഷ്ടപ്പെട്ട പെൺകുട്ടിയെ തെറിവിളിപ്പിച്ചു. ആ സൈബർ പോരാളികൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. ആ പെൺകുട്ടിയെ എല്ലാ തരത്തിലും അപമാനിച്ചു. അവളൊരു പരാതി പറഞ്ഞതേ ഉള്ളൂ. നല്ല എഡ്യൂക്കേറ്റഡായ ഒരു പെൺകുട്ടിയും സ്മാർട്ടായ ഒരു പെൺകുട്ടിയും വളരെ ശക്തമായി പ്രതികരിക്കാൻ ശേഷിയുള്ള പുതിയ തലമുറയുടെ പ്രതീകവുമായിട്ടുള്ള ആ കടലിൻ്റെ മകളായിട്ടുള്ള ആ പെൺകുട്ടിയെ
ഒരു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു മന്ത്രി കുറ്റം പറഞ്ഞു, അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അവർ വലിയ കുഴപ്പക്കാരാണെന്ന രൂപത്തിൽ അവരുടെ സമൂഹത്തെ ആകെ അപലപിച്ചു. അങ്ങനെയുള്ള പല പരാതികൾ നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ പരാതി നിലനിൽക്കുന്ന FB പോസ്റ്റ്, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാം പിൻവലിപ്പിച്ചു, എല്ലാം മാറ്റിച്ചു. ഈ പടങ്ങൾ മുഴുവൻ നീക്കം ചെയ്തു. ഇവരുമായിട്ട് നിഷ്കളങ്ക ബന്ധമാണെങ്കിൽ എന്തിന് ചിത്രങ്ങൾ? അപ്പോൾ എൻ്റെ തലയിൽ തൊട്ടാൽ നോക്കിയാൽ തൂവൽ കാണുമോ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനും തോന്നുമോ എന്ന തോന്നലുണ്ടാകുന്ന വിധത്തിൽ എന്തിനാ ചിത്രങ്ങൾ നീക്കം ചെയ്തു? ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം നെഹ്റുവിൻ്റെ അനുയായിയാണെന്ന് ആവർത്തിച്ച് പറയുന്നു. ഇദ്ദേഹം അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെ അനുയായിയാണെന്ന് അദ്ദേഹം തെളിയിച്ചും കഴിഞ്ഞു.